അത് വൈകുന്നേരം വരെയുള്ള കൃത്യമായ സമരമാണ്. ഇതൊന്നായിട്ട് പിടിച്ചെടുത്തിട്ട് സ്ഥിരമായി താമസാക്കുന്ന സമരമല്ല. അപ്പോൾ സാധാരണഗതിയിൽ സമരത്തിന്റെ ഒരു നിയമലംഘനം കുറച്ചുണ്ടാവും. അപ്പോൾ പിന്നെ പോലീസിന്റെ ഇവിടെ ഒരു ആവശ്യമില്ലല്ലോ, അത് ശരിയാവില്ലല്ലോ. സർക്കാർ ഭൂമിയിലാണ് ഇത് ചെയ്യുന്നത്. മറികടക്കുന്നത് ഉണ്ടെങ്കിലാണ് പോലീസ്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് സർക്കാർ ഭൂമിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ല, നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചാണ് ഇതൊരു കയ്യേറ്റം, ഈ സ്ഥലത്തിന്റെ കയ്യേറ്റമല്ല. ഞങ്ങൾ ഈ നടത്തുന്ന സമരത്തിന്റെ ഞാൻ പറഞ്ഞത് മനസ്സിലായി, പരിപൂർണമായിട്ട് മനസ്സിലാവാത്ത കുറവല്ല. ചെയ്യുന്നത് സർക്കാർ ഭൂമിയിലാണ് ചെയ്യുന്നത്. അതെ, അറിയാലോ. സർക്കാർ ഭൂമിയിൽ ഞങ്ങള് സർക്കാർ ഭൂമിയിൽ സാധാരണ സമരം എന്ന് പറഞ്ഞ അർത്ഥത്തിൽ മാത്രമേ എടുക്കുള്ളൂ. വെറും പ്രതികൽമക, അതായത് പിന്നെ പോസ്റ്റ് അടിച്ച് ഈ പറയുന്ന ഭൂമി മുഴുവൻ നമുക്ക് ഇതിന് നോട്ടിഫൈ ചെയ്ത ഭൂമി ഈ പാവങ്ങൾക്ക് ഇതിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതായത് സർക്കാർ ഹൈക്കോടതിയുടെ ഉത്തരവ് അത് തന്നെ പിടിച്ചെടുക്കലല്ല. എന്തെങ്കിലും ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഇത് ശരിയാണല്ലോ, കോടതിയാണല്ലോ. ഇത് ശരി, നിങ്ങൾക്ക് കോടതിയാണ്, അത് തർക്കിക്കാനൊന്നുമില്ല. കോടതി എന്തോ ആയിക്കോട്ടെ, കളക്ടർക്ക് തന്നിട്ടില്ല, നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഷെഡ് കെട്ടിയിട്ട് ഇതിപ്പോ സ്ഥിരമായിട്ടൊരു കുടിൽ കെട്ടി താമസിക്കുന്നു പറഞ്ഞു മനസ്സിലാവുന്നത്. ശരി, നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്. സർക്കാരിന്റെ ഗൗരവമുള്ള ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നടന്ന പ്രതീകാത്മക സമരമാണ്. നമ്മള് പോലീസ് റോഡ് ഉപരോധിക്കുന്ന സമയത്ത് റോഡ് ഉപരോധിക്കുന്നത് പോലീസുമായി ചർച്ച ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സമ്മതിക്കാറുണ്ടല്ലോ. അങ്ങനെ തന്നെ ഉള്ളൂ. ആ രീതി തന്നെ ഉള്ളൂ. അത് പറഞ്ഞ് സംസാരിച്ചു, പോസ്റ്ററൊക്കെ അടിച്ച ഒറ്റടിയാണ്. അല്ലാതെ നമ്മളിതിലൊന്നുമില്ല. സമരത്തിന് ഇത്ര തന്നെ ഇതിലുള്ളൂ. റോഡ് ഉപരോധം നടത്തുമ്പോൾ എത്രയാണോ കേസുകൾ വരുള്ളൂ.